ഇപ്പോൾ സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ വാഹനം ഒക്കെ അവിടുന്ന് എടുത്തു മാറ്റാനുള്ള നടപടിയൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? അനീഷ, നാലാമത്തെ എനിക്ക് ഏറ്റവും പുതിയതായിട്ട് നൽകാൻ കഴിയുന്നൊരു വിവരം മരിച്ച നാലാമത്തെ ആളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അനു ബിജു ആണ് മരിച്ച ആൾ. ഇത് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള അനു ബിജു ആണ് മരിച്ചത്. മറ്റുള്ള 3 പേരുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. പരിക്കേറ്റവരെയും കോന്നി താലൂക്ക് ആശുപത്രിയിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അനു ബിജു മരിച്ചു, അതായത് പത്തനംതിട്ട മുത്തൂറ്റിൽ ചികിത്സയിലുള്ള അനു ബിജു മരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. സജി, ഞാൻ തിരികെ എത്തിയപ്പോൾ KU ജനീഷ് കുമാർ MLA ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ KU ജനീഷ് കുമാർ, എന്താണ് ഈ സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയാണ്, അവരുടെ ആരോഗ്യനില, അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ വേറെ വെച്ച് മനസ്സിലാക്കുന്നത് 4 ആളും കാറിലുണ്ടായിരുന്നവർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അയ്യപ്പ വാഹനത്തിലുണ്ടായിരുന്നവർ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് 2-3 ആളുകൾ. അവിടെ കോന്നി സ്വദേശികൾ തന്നെയാണ് കാറിലുണ്ടായിരുന്നത്. അവര് കുറെ ദിവസം വിവാഹത്തിന് ശേഷം ടൂറ് പോയതിനു ശേഷം എയർപോർട്ടിൽ എത്തി. അവിടെ നിന്നും കുട്ടികളുടെ അച്ഛന്മാർ, പെൺകുട്ടിയുടെയും പയ്യന്റെയും അച്ഛന്മാർ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. ഞാൻ പ്രദേശത്തു നിന്ന് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, പോലീസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉറങ്ങിപ്പോവാനാണ് സാധ്യത എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും പെൺകുട്ടിക്കായിരുന്നു ജീവൻ ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്ന വഴി ആ കുട്ടിയും മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി 3 ആളുകളും ബോട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അമിത വേഗതയോ അതല്ലെങ്കിൽ ഉറങ്ങിപ്പോവാനോ സാധ്യത എന്ന നിലയിലാണ് പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ, അത് വ്യക്തമാണ്. താങ്കൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ അതോ? അതെ, ഞാനിപ്പോ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. തിരികെ അജി കുഞ്ഞുമുന്നിലേക്കാണ്. അജി, ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ നിസാര പരിക്കുകളാണ് ഉള്ളത് എന്നാണ് MLA പറഞ്ഞത്. ഇപ്പോൾ സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇപ്പോഴും വരേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും MLA പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു വ്യക്തത ഇപ്പോഴും വരേണ്ടതിരിക്കുന്നു. ഉറങ്ങിപ്പോകാം എന്നുള്ള നിഗമനത്തിലാണ് നമുക്കിപ്പോഴും ഈ ഘട്ടത്തിൽ അനീഷ നൽകാൻ കഴിയുന്നൊരു വിവരം. ബസ്സിലുള്ളവർക്ക് സാരമായ പരിക്കാണ് ഉള്ളത്. അവരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് പുലർച്ചെ 4 മണിയോടെ, ഈ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്ന തരത്തിലാണ് പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന ഒരു ഏറ്റവും പുതിയ വിവരം. അതാണ് ഈ MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വ്യക്തത നമുക്ക് ഇപ്പോഴും വരേണ്ടതുണ്ട്. അല്പസമയം കഴിയുമ്പോഴത്തേനും അത് വ്യക്തത വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഗുരുതരമായ തുടരുക. ഇപ്പോൾ TP പുഷ്പവല്ലി, കലഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. TP പുഷ്പവല്ലി, ഈ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? TP പുഷ്പവല്ലി, താങ്കൾക്ക് കേൾക്കാമോ? യെസ്, ടെലിഫോണിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. തിരികെ അജി കുഞ്ഞുമോനിലേക്കാണ്. അജി, ഇപ്പോൾ എന്താണ് സ്ഥലത്ത് സംഭവിക്കുന്നത്, എന്താണ് ഇതിനോടൊപ്പം ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത്? അനീഷ, ഇന്ന് രാവിലെയാണ് ഈ ഒരു കുടുംബത്തിലെ 4 പേർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വിവരം പ്രത്യേകിച്ച് കോന്നി കൂടൽ പ്രദേശത്തിലുള്ളവർ കേൾക്കുന്നത്. കാരണം അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു.
മല്ലശ്ശേരി സ്വദേശികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആദ്യം 3 പേരായിരുന്നു മരിച്ചത്. 4ാമത്തെ ഒരാളെ ഗുരുതര പരിക്കുകളോടെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ 4ാമത്തെ ആളും മരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. ഇവർ എയർപോർട്ടിൽ നിന്നും പോയി, അതായത് KU ജനീഷ് കുമാർ കോന്നി MLA നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ അനുവും ഒപ്പം തന്നെ ഭർത്താവും മലേഷ്യയിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്നും മടങ്ങി വരാൻ പോകുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ഇവരെ കൂട്ടിക്കൊണ്ട് എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായില്ല. അപ്പോൾ അവർ അവിടെ മലേഷ്യയിലേക്ക് പോവുകയും മലേഷ്യയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ KU ജനീഷ് കുമാർ MLA ഔദ്യോഗികമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ അപകടം നടന്നിരിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ അപകടം നടക്കുന്നത്. ഈ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായിട്ടാണ് ഈ വാഹനം കൂട്ടിയിടിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ അപകടം നടന്നത്. മരിച്ചത് മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. പരിക്കേറ്റവരെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ ശബരിമല തീർത്ഥാടകരുടെ വാഹനം, ഒരു പക്ഷേ ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർ വന്നിരുന്നത് ദർശനം കഴിഞ്ഞിട്ട് അവർ തിരികെ വരികയും ഈ ബിജുവും കുടുംബവും, അതായത് മത്തായി ഈപ്പനും കുടുംബവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇവർ അവരുടെ മകളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ പൂങ്കാവിലേക്കുള്ള മല്ലശ്ശേരിയിലേക്കുള്ള ഇവരുടെ വീട്ടിലേക്ക് മടങ്ങി വരികയുമായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ ദാരുണമായ ഈ അപകടം ഉണ്ടായത്. മലേഷ്യയിൽ നിന്നെത്തിയ ഇവരെ ഇന്ന് പുലർച്ചെയായിരുന്നു ഇവർ മലേഷ്യയിൽ നിന്നെത്തിയത്. ഈ അപകടത്തിൽ പെട്ടത് ആളുകളെ പുറത്തെത്തിച്ചത് വാഹനം വെട്ടിപ്പൊളിച്ചാണ്. അതായത് അതൊരു സ്വിഫ്റ്റ് ഡിസയർ കാറാണ്. ഈ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ നിന്നും ആളുകളെ പുറത്തെത്തിക്കാൻ നാട്ടുകാർ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു. അവരെ വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ പുറത്തേക്ക് എത്തിച്ചത്. ഈ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത്, ഇത് എൻ്റെ നാട് കൂടിയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്, ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത്. ഈ മുറിഞ്ഞകല്ലും ഇവരുടെ ഈ മല്ലശ്ശേരി മുക്കും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അതായത് വീട് എത്തുന്നതിന് തൊട്ട് അതായത് ഒരു കഷ്ടിച്ച് 1 കിലോമീറ്റർ അത്രമാത്രമാണ് ഒരു ദൂരദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെത്തുന്നതിന് മുൻപ് അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. വീടെത്തുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു ഇത്.